പ്രാർത്ഥിക്കുമ്പം ഈശോ എൻ്റെ പുറകെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുന്നതും എന്നെ നോക്കി ചിരിക്കുന്നതുമായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അത് എൻ്റെ പേര് ശരണ്യ, ഞാൻ ഹരിപ്പാടിൽ നിന്ന് വരുന്നു. ആദ്യം തന്നെ ഈശോയ്ക്കും മാതാവിനും ഞാൻ നന്ദി പറയുന്നു, എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം മെയ് 1, 2022 ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ജോലി കാര്യത്തിന് വേണ്ടിയായിരുന്നു. ഞാൻ 2.5 വർഷം മുമ്പേ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് നാട്ടിലായതുകൊണ്ടും ഒരു 2.5 വർഷമൊക്കെ ആയി കല്യാണം കഴിഞ്ഞതിന് ശേഷം പിള്ളേരില്ലാത്തത് കൊണ്ടും ഞാൻ നാട്ടിലേക്ക് വന്നു. ഒരുമിച്ച് നിൽക്കാമല്ലോ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് പക്ഷെ ഞാൻ വന്ന സമയത്താണ് കോവിഡൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായി ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ വരികയും പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ട് പിന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തു സൗദിയിലേക്ക് അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് തിരിച്ചു പോവാം എന്ന്. പക്ഷേ ഒരു കൺഫ്യൂഷനായിരുന്നു എങ്ങോട്ട് പോവാം. കാരണം OET ഒക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ കോൺഫിഡൻ്റ് അല്ലായിരുന്നു എക്സാം പാസ്സാവുമോ ഇല്ലയോ എന്ന്. പിന്നെ രണ്ടാമത്തെ കാര്യം സൗദിക്ക് ട്രൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നേരത്തെ പോവാം. ആ ഒരു രീതിയിൽ എനിക്ക് സൗദി ആയിരുന്നു പ്രിഫറൻസ്. എങ്കിൽ പോലും ഫാമിലി ആയിട്ട് സെറ്റിൽ ചെയ്യണമെങ്കിൽ ഒരു കാനഡ, UK അങ്ങനെ എവിടെയെങ്കിലും യൂറോപ്പ് കൺട്രി നോക്കേണ്ടതുകൊണ്ട് ഏത് ചൂസ് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പം ഞങ്ങൾ എന്തെടുത്തു എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇവിടെ വന്നു, പള്ളിയിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ ഹസ്ബൻഡ് അറിയാതെ തന്നെ എൻ്റെ കയ്യിൽ 2 പേപ്പർ കരുതിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ചെറിയ പേപ്പറാണ്, വൈറ്റ് പേപ്പർ. അതിൻ്റെ അകത്ത് ഒരിടത്ത് ഞാൻ OET നിന്നും ഒരിടത്ത് ഞാൻ സൗദിയിൽ നിന്നും എഴുതി വെച്ചു. എന്നിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡിന് അറിയത്തില്ല എന്താ അതിൻ്റെ അകത്തെന്ന്. അപ്പോൾ ഹസ്ബൻഡ് അതിനകത്തുനിന്ന് ചൂസ് ചെയ്തത് ഞാൻ അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെയാണ് എടുത്തപ്പം OET നിന്നാണ് വന്നത്. അപ്പോൾ എനിക്ക് OET പാസ്സാവുമോ എന്ന് ഭയങ്കര ഡൗട്ടാണ്. അത്ര കോൺഫിഡൻറ്റ് കുറവാണ്. വേറെ ഏതെങ്കിലും എക്സാം ആണെങ്കിൽ പിന്നെയും എഴുതിയെടുക്കാം എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഇവിടുന്ന് അമ്മയല്ലേ അങ്ങനെ പറഞ്ഞു തന്ന് പോവാൻ. ആ രീതിയിൽ ഞാൻ OET തന്നെ എടുക്കുകയും പഠിക്കാൻ പോവുകയൊക്കെ ചെയ്തു, മുന്നോട്ട് പോയി. പക്ഷേ ആദ്യത്തെ എക്സാം അറ്റൻഡ് ചെയ്തു, ഭയങ്കര ടഫായിരുന്നു. അപ്പോഴേ എനിക്കറിയാം എനിക്ക് കിട്ടത്തില്ലെന്ന്. പക്ഷെ സാധാരണ ഞാൻ ഭയങ്കര സെൻസിറ്റീവായിട്ടുള്ള ആളാണ്, എല്ലാ കാര്യത്തിനും കരയും, അങ്ങനെ വേഗം ടെൻഷൻ അടിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞാൻ ഒട്ടും കരഞ്ഞോ അങ്ങനെയൊന്നുമില്ല. എനിക്കറിയാം കിട്ടില്ല, പക്ഷേ എന്തോ എനിക്ക് മാതാവിനുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം. ഞാൻ വീട്ടിൽ വന്നപ്പോൾ മമ്മി ആയാലും ചോദിച്ചു നീ പാസ്സാവും, അതുപോലെ ഞാൻ കൂളായിട്ടായിരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മമ്മി എനിക്ക് കിട്ടില്ല എന്ന്. അപ്പോൾ എക്സാമിൻ്റെ തലേദിവസം ഒരു ദിവസം ഞാൻ സ്വപ്നം കണ്ടു. ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത്, അതായത് വീട്ടിൽ മാതാവിൻ്റെ ഒരു കുഞ്ഞു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അതിൻ്റെ താഴെ ഇരുന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പം സ്വപ്നം കാണാണ് പ്രാർത്ഥിക്കുമ്പം ഈശോ എൻ്റെ പുറകെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ തിരിഞ്ഞു നോക്കുന്നതും എന്നെ നോക്കി ചിരിക്കുന്നതുമായിട്ടാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അത് സ്വപ്നം കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു വൈറ്റ് പേപ്പറിൽ റൈറ്റിംഗ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് OETക്ക് 4 മൊഡ്യൂളുണ്ട്, അതിൻ്റെ അകത്തുനിന്ന് റൈറ്റിംഗ് മാത്രം കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഉറക്കമൊക്കെ ഉണർന്ന് രാവിലെ ആയപ്പം ഞാൻ ഓർത്തു ഇതെൻ്റെ റൈറ്റിംഗ് മാത്രം കണ്ടേ. അതിൻ്റെ ഒപ്പം ഞാൻ ഓർത്തു ഈശോ ചിരിച്ച് മാത്രമേ കാണിച്ചുള്ളൂ. ഞാനും വിട്ടുപോയി എന്താണ് ഞാൻ ചോദിക്കേണ്ടത് ആ ഒരു രീതിയിൽ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആ കണ്ടന്റ് രാവിലെ എണ്ണിച്ച ആ ദിവസം തന്നെയാണ് എൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പം എനിക്ക് ബാക്കി എല്ലാത്തിനും എലിജിബിളായിട്ടുള്ള സ്കോറുണ്ട്, പക്ഷേ റൈറ്റിംഗ് കിട്ടിയില്ല. അങ്ങനെ രണ്ടാമത് എഴുതുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ല OET എഴുതാൻ, അപ്പം ഇതോടെ ഞാൻ എഴുതത്തുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ രണ്ടാമത് എക്സാമിന് പോകുന്നത്. രണ്ടാമത് എക്സാമിന് പോയി ഇതുപോലെ തന്നെ സെയിം റിസൾട്ട് വരുന്നതിൻ്റെ മുമ്പേ ഞാൻ സ്വപ്നം കണ്ടു, ലിസണിങ്ങിന് മാത്രം ഞാൻ കണ്ടു. അപ്പം ഞാൻ ഓർത്തു ഇത്തവണ ലിസ്ണിങ് ആയിരിക്കും പോകുന്നത് എന്ന് കരുതി. പക്ഷേ റിസൾട്ട് വന്നപ്പം ലിസണിങ് മാത്രമാണ് കിട്ടിയത്, ബാക്കി എല്ലാത്തിനും C+ ആയിരുന്നു. അപ്പോൾ എനിക്ക് ക്ലബ് ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്നിനും കൂടെ B ഉണ്ടായിരുന്നെങ്കിൽ കമ്പൈൻ ചെയ്ത് എനിക്ക് പോകാമായിരുന്നു. പക്ഷേ അങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇടയ്ക്ക് ഗ്യാപ്പും ആവുന്നുണ്ട്. എവിടെയെങ്കിലും കയറണമെങ്കിൽ ഇനി 1 വർഷം കഴിഞ്ഞ് ജോലിക്കൊക്കെ പോകാനും പറ്റുള്ളൂ. അങ്ങനെ ഞാനിരുന്നപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ഓക്കെ നീ ഒന്നുകൂടെ ട്രൈ ചെയ്യ്,
പൈസയില്ല, എന്നാലും കടമായാലും ഞാൻ നിനക്ക് മേടിച്ച് തരാം, നീ ഒന്നുകൂടെ ട്രൈ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ശരി ട്രൈ ചെയ്യാം എന്ന് വിചാരിച്ച് എനിക്ക് മനസ്സില്ല. 2 മാസം ഞാൻ പുസ്തകമൊന്നും തുറക്കാതെ അങ്ങനെ ഇരുന്നു. എന്തെടുക്കണമെന്ന് എനിക്കറിയത്തില്ല, കാരണം അതുപോലെ കുത്തിയിരുന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്നിട്ടും കിട്ടിയില്ല. അപ്പം ഇനി ഇങ്ങനെ ആ പഠിച്ചത് തന്നെ ഇരുന്ന് പഠിക്കാൻ ഒരു മടുപ്പും. പിന്നെ ഞാൻ അടുത്ത് സാരമില്ല, ഒന്നിട്ട് ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. വിചാരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഒരു ന്യൂസ് വരുന്നത്, അതായത് UK സ്കോറൊക്കെ മാറ്റി ഗ്രേഡിന് ചേഞ്ചസ് വന്നു തുടങ്ങിയെന്ന്. അങ്ങനെ അപ്പം ഞാൻ നോക്കിയപ്പം എൻ്റെ ഗ്രേഡുമായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്, എനിക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം അങ്ങനെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ഏജൻസി വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല പറ്റില്ല, ഈ സ്കോർ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതങ്ങ് ഡ്രോപ്പ് ഔട്ടാക്കി. ഓക്കെ, എനിക്ക് അത് പറ്റത്തില്ലായിരിക്കും, ഇനി ചെയ്യാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലായിരിക്കും എന്ന് വിചാരിച്ചാൽ ഡ്രോപ്പ് ഔട്ട് ആക്കിയിട്ട് ഞാനൊരു ട്യൂട്ടറിനെ വിളിച്ച് ചോദിച്ചു. ആദ്യമായിട്ട് ഒന്നുകൂടെ പഠിക്കാൻ വേണ്ടി ഞാൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ട്യൂട്ടർ എന്നോട് സ്കോറ് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സർ ഇതൊക്കെയാണ് സ്കോറ് എന്ന് പറഞ്ഞു. അപ്പം ട്യൂട്ടർ എന്നോട് പറഞ്ഞു ഈ സ്കോറ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു ഏജൻസി വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഈ സ്കോർ എലിജിബിൾ ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ UK പ്രോസസ്സിങ് തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ വിസ വന്നു, ടിക്കറ്റ് വന്നിരിക്കുകയാണ്. ഈ മാസം ഞാൻ പോവും. അതിന് ഒരുപാട് നന്ദി മാതാവിനോടും തിരുകുമാരനോടും. രണ്ടാമത്തെ കാര്യം എൻ്റെ UK പ്രോസസ്സിങ്ങിൻ്റെ കാര്യമാണ്. അതിൽ റെഫറൻസിൻ്റെ കാര്യമാണ്. റെഫറൻസ് നമുക്ക് പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ റെഫറൻസ് നമുക്ക് കറക്റ്റ് ആയെങ്കിൽ ആ ഒരു പ്രോസസ്സിങ് അവിടെ ഡിലേ ആവണം. റെഫറൻസ് ഏറ്റവും ലാസ്റ്റുള്ള ഒരു സ്റ്റെപ്പാണ് OET-യിൽ, UK പ്രോസസ്സിങ്ങിൽ. അപ്പം എൻ്റെ റെഫറൻസ് ഞാൻ സൗദി വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ സൗദിയിൽ നിന്ന് റെഫറൻസ് കിട്ടാൻ ഭയങ്കര പാടാണ് എല്ലാവർക്കും. ഞാൻ ആരുടെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ ഇറങ്ങിയതിന് ശേഷം ഫുള്ളി ഷിഫ്റ്റഡായി. അതായത് ഒരു സ്റ്റാഫ് പോലും അവിടെ ഇല്ല എനിക്ക് റെഫറൻസ് തരാൻ. എൻ്റെ സിസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് എല്ലാവരും, സീനിയേഴ്സ് ഉൾപ്പെടെ ഷിഫ്റ്റായി. ആരോടും എനിക്കിനി ചോദിക്കാൻ പറ്റില്ല, കാരണം ചോദിച്ചാൽ തന്നെ അവർ തരാം, പക്ഷേ സീല് വേറൊരു ഹോസ്പിറ്റലാവും. അവർ വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ആയതുകൊണ്ട് അതെനിക്ക് യൂസ് ആവത്തില്ല, മുന്നോട്ട് എനിക്ക് പ്രോസസ്സിങ് കൊണ്ടുപോകാനും പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് മാതാവിൻ്റെ രൂപത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, മാതാവ് ഞാൻ ഇനി എങ്ങോട്ട് പോകും, നിന്നെ ഞാൻ ഏൽപ്പിച്ചേക്കുക, എനിക്കറിയില്ല ആരുടെ മുമ്പിൽ പോയി ചോദിക്കണമെന്ന്. ചോദിക്കാൻ ഒരാളുണ്ടെങ്കിലല്ലേ എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ, ആരും ഇല്ല. അങ്ങനെ ഇരുന്നപ്പം എനിക്കറിയത്തില്ല, എനിക്ക് മുന്നിലാണെങ്കിൽ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ മുതൽ റെഫറൻസ് എന്ന് ഓർക്കുമ്പോൾ മുതൽ 2 പേരുടെ മുഖം എപ്പോഴും തെളിഞ്ഞു വരും. പക്ഷേ അവരോട് ചോദിച്ചാൽ വേറൊരു ഹോസ്പിറ്റൽ അവരെ എനിക്ക് എങ്ങനെ തരും, ആ ഒരു ക്വസ്റ്റ്യനാണ് വരുന്നത്. എങ്കിലും ഞാൻ ഈ സമയമായപ്പോൾ മാതാവിനെ വിളിച്ച് കാശിരൂപം കയ്യിൽ പിടിച്ച് ഞാൻ സിസ്റ്ററിന് ഒരു മെസ്സേജ് അയച്ചു. സിസ്റ്റർ ഇങ്ങനെയാണ് കാര്യങ്ങൾ, എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല, സിസ്റ്ററിനൊന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് വെച്ചു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ഞാനായിരുന്നെങ്കിൽ ഞാൻ ചെയ്തു തന്നേനെ, പക്ഷേ ഞാൻ വേറൊരു അടുത്തല്ലേ, ഇപ്പം എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ സിസ്റ്റർ ഒരു കാര്യം ചെയ്തു. ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, ഇവിടെ പള്ളിയിൽ വന്നു. എനിക്ക് പറ്റുന്ന സമയം എന്ന് വെച്ചാൽ 7 മണിക്ക് കഴിയുമ്പോൾ എനിക്ക് പറ്റത്തുള്ളൂ വരാൻ, വേറെ ആരും ഇല്ല കൂടെ. അപ്പോൾ ഹസ്ബൻഡിനെയും കൂട്ടി ഇവിടെ 7 മണിക്ക് വന്ന് എപ്പോഴും പ്രാർത്ഥിക്കും. ആ സമയത്ത് സിസ്റ്റർ അവിടെ വേറെ അറിയാവുന്ന ഒരു സിസ്റ്ററിനോട് ചോദിച്ചു. ആദ്യം ആ സിസ്റ്റർ റെഫ്യൂസ് ചെയ്തെങ്കിലും പിന്നെ സിസ്റ്റർ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കി ആ സിസ്റ്റർ ലാസ്റ്റ് സമ്മതിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ റെഫറൻസ് ശരിയായി. അത് ചിലപ്പോൾ നടന്നില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എൻ്റെ ഈ പ്രോസസ്സിങ് തന്നെ ഒരു സ്റ്റോപ്പായി പോയേനെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്തു നിന്നാണ് ആ ഒരു റെഫറൻസ് കിട്ടിയത്. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോണിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു 3 വർഷമായിട്ട്. ഇപ്പോഴും ഉണ്ട്, എങ്കിൽ പോലും ഭയങ്കര വേദനയാണ്, സിവിയറായിട്ട്. ചില നേരത്ത് കിടന്നുറങ്ങാൻ പറ്റത്തില്ല, അതുപോലത്തെ വേദനയായിരുന്നു. ഇതൊക്കെ വന്നുകൊണ്ടിരുന്ന എൻ്റെ എക്സാം സമയത്തായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് തന്ന തൈലം എടുത്ത് പ്രാർത്ഥിച്ച് തേച്ച് കൊടുത്തു. അതേ പിന്നെ ഇന്നേക്ക് വരെ അത്രയും സിവിയർ, അത്രയും നല്ല പെയിനൊന്നും അങ്ങനെ അധികം വന്നിട്ടില്ല. അതിന് ദൈവത്തിൻ്റെ